എന്തുകൊണ്ടായിരിക്കാം CMRL എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനി കോടികൾ തന്റെ സ്ഥാപനത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിൽ ഓഹരി പങ്കാളിത്തമുള്ള KSIDC എന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട് ഇങ്ങനെ മാസപ്പടി കൊടുത്തത്? എന്തുകൊണ്ടായിരിക്കാം ഈ CMRL കമ്പനിക്ക് നഷ്ടം വന്നത് ഒരു ക്രിമിനൽ കുറ്റമായി മാറുന്നത്? നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു കമ്പനി ഒരു സ്വതന്ത്ര വ്യക്തിയെ പോലാണ്. ആ കമ്പനിക്ക് അതിൻ്റെതായ നട്ടെല്ലുണ്ട്, ആസ്തിയുണ്ട്, അന്തസ്സുണ്ട്, അസ്തിത്വമുണ്ട്. അതുകൊണ്ട് കമ്പനി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വന്തമാണെങ്കിലും കമ്പനിക്ക് നഷ്ടം വന്നാൽ അത് നിയമപരമായി കുഴപ്പമാണ്. കമ്പനിയിൽ മുതൽ മുടക്കിയാൽ വളഞ്ഞ വഴിയിലൂടെ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കിയാലും അത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ്. അനാവശ്യമായി കമ്പനിയുടെ പണമെടുത്ത് വീണ വിജയന് കൊടുത്തെങ്കിൽ അത് കമ്പനിക്കുണ്ടായ നഷ്ടമാണ്, അത് ക്രിമിനൽ കുറ്റമാണ്. മാത്രമല്ല ഈ കമ്പനിയിൽ KSIDCക്ക് ഓഹരി പങ്കാളിത്തമുള്ളത് കൊണ്ട് ആ നഷ്ടം KSIDCയെ ബാധിക്കും. അങ്ങനെ രണ്ട് കുറ്റകൃത്യമാണ് ഈ മാസപ്പടി കേസിൽ ഉണ്ടായിരിക്കുന്നത്. CMRL കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തത് മുഖ്യമന്ത്രിയിൽ നിന്നും അനധികൃതമായി ആനുകൂല്യം കിട്ടാനാണ്. വാസ്തവത്തിൽ ഈ മാസപ്പടിയെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഈ മാസപ്പടി കൊടുത്തതിന്റെ പ്രതിഫലമായി നമ്മുടെ തീരദേശത്ത് ഖനനം ചെയ്യാൻ നിയമവിരുദ്ധമായി മുഖ്യമന്ത്രി CMRL കമ്പനിക്ക് അനുമതി കൊടുത്തതും അങ്ങനെ സർക്കാരിന് കിട്ടേണ്ട കോടികളുടെ പണം നഷ്ടപ്പെടുത്തിയതുമായ വിശദാംശങ്ങളാണ് വാസ്തവത്തിൽ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും.